പയ്യന്നൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ കോൺഗ്രസും ബി.ജെ.പിയും ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി പി. സന്തോഷ്. പാർട്ടി സ്ഥാപനങ്ങൾക്കും MLA ഓഫീസിനും നേരെയുള്ള ആക്രമണം സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ വെളിപ്പെടുത്തലിന്റെയും വ്യാജ വാർത്തകളുടെയും പിൻബലത്തിൽ പയ്യന്നൂരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസും ബി.ജെ.പിയും ഇറങ്ങിയിരിക്കുന്നത്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പയ്യന്നൂരിൽ സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നാണ് ഇവർ കരുതുന്നത്. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി. സന്തോഷ് പറഞ്ഞു. പയ്യന്നൂരിലെ MLA ഓഫീസ്, അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന സർവീസ് ബാങ്കിന് നേരെ അതിക്രമം ഉണ്ടാകുന്നു. അവിടെയുള്ള സഹകരണ ആശുപത്രിക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഒരു പ്രതിരോധമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനം നടക്കുമ്പോൾ ആ പ്രകടനത്തിന് നേരെയാണ് BJPയുടെ ആളുകൾ പ്രകോപനപരമായ മുദ്രാവാക്യവുമായി പ്രകടനത്തിലേക്ക് ഇടിച്ചു കയറിയത്. പയ്യന്നൂരിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. പയ്യന്നൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വിവിധ സംഘടനകളുണ്ട്. ഒരുപക്ഷെ ഉത്തര മലബാറിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി പയ്യന്നൂരുണ്ട്. നല്ല രാഷ്ട്രീയ സംവാദം നടക്കുന്ന ഇടമാണ്. ഇവിടത്തേക്ക് അക്രമം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭാഗത്തുണ്ടാകുന്നത്. പ്രതിഷേധ പ്രകടനത്തിന്റെ മറവിൽ കോൺഗ്രസ് പ്രവർത്തകർ സഹകരണ ആശുപത്രിക്കും MLA ഓഫീസിന് നേരെ ആക്രമണം നടത്തി. ഇതിൽ പ്രതിഷേധിച്ചുള്ള CPIM പ്രകടനത്തിന് നേരെയാണ് BJP പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യവുമായി ഇടിച്ചു കയറിയത്. CPIM സംഘർഷത്തിന് തുടക്കം കുറിച്ചിട്ടില്ലെന്നും പി. സന്തോഷ് പറഞ്ഞു. പക്ഷേ പയ്യന്നൂരിൻ്റെ ഒരു ചരിത്രമുണ്ട്. ധനരാജ് ഉൾപ്പെടെയുള്ള CPMന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ ഉയർത്തിയ പ്രതിരോധമുണ്ട്. ഇവിടെ K. സുധാകരൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിലാകെ ഗുണ്ട രാഷ്ട്രീയം നടപ്പാക്കിയപ്പോൾ പയ്യന്നൂർ ഉയർത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധമുണ്ട്. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ ആളുകൾ രാഷ്ട്രീയ പ്രബുദ്ധമാണ്. ഒപ്പം തന്നെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സമാധാന ഭംഗമുണ്ടാകുമ്പോൾ അതിനെതിരായി പ്രതിരോധം തീർക്കാൻ മടിയില്ലാത്ത ആളുകൾ കൂടിയാണ് എന്നാണ് പയ്യന്നൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പയ്യന്നൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് പയ്യന്നൂരിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. CPIM ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരെ കടന്നാക്രമണമുണ്ടായാൽ ജനങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങുന്ന ചരിത്രമാണുള്ളതെന്നും CPIM ഏരിയ സെക്രട്ടറി പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.